ഉണ്ട്. നമുക്ക് ഡിസ്കോ ട്രോൾസ് നോക്കാം. ഇവിടെ എന്താണ് ഇതെല്ലാരും കൂടെ? ആവശ്യമില്ല, അത് അല്ലാണ്ട് മീറ്റിംഗിൽ കണ്ടുപിടിക്കേണ്ടതാണ്. ഹലോ, ലൈവ് ആണോ? ഓ അല്ല, എല്ലാം ലൈവ് അല്ല. ഞാൻ ലൈവ് വീസിൽ ഇത്രയും പേര് എന്താ പരിപാടി? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ കളിക്കാൻ. എമംഗസ് അറിഞ്ഞൂടാ, എനിക്ക് എന്റെ ഗെയിമും ഇല്ല. കൂടെ പറമ്പാണ്ട് നീ എന്തായാലും ജയിക്കും. അപ്പൊ നീ ഇവിടെ MVP ആണോ ചന്ദ്ര ഇപ്പം? ഓ എന്നെ പിടിച്ചേ ഉള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, ചന്ദ്രനാണ് ഒരാള്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ കളി തീർന്നേ. ഗൈസ്, എനിക്കിത് കളിക്കാൻ അറിഞ്ഞൂടാ ഗൈസ്, സത്യമായിട്ട് എനിക്കിത് കളിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് റിബലിന്റെ സ്ട്രീം നോക്കി നോക്കട്ടെ. ഇത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ ഞാൻ കളിക്കുമായിരുന്നല്ലോ. നാളെ നമുക്ക് ഇതെന്താ, ദിസ് കണ്ടന്റ് ഈസ് ഫോർ മെച്യൂർ വ്യൂവേഴ്സ് ഓൺലി, യു മസ്റ്റ് 18. Just kidding, I killed it. ഇതെന്താ 18+? ഇതിനാണ് അവ 18+ ഇട്ടിരിക്കണേ. ഇത് എത്ര പേര് കാണുന്നുണ്ട്? ഇത് 610 പേര്. ഇതെന്ത് കൊലയാ? പോക്കിമാനാ? ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചേ ബ്ലൈൻഡ് റിബൽ. വന്നില്ലേ? എടേ, ചെറുക്കനെ കൊണ്ടുപോയി. ചെറുക്കൻ്റെ ചാനലില്ല. അതേ സൈഡിലിരിക്കണു. എടാ, ഇതെന്തൊരു സംഭവം? ഇതെങ്ങനെയാണ് സംഭവം? നീ മിണ്ടാത്ത എന്താ ട്രിക്കി? അതിൽ ടാസ്ക് തരും, അത് ചെയ്യാ. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ലൈവിലാവുമ്പോ ഞാൻ ഒരുമാതിരി പൊട്ടനെ പോലെ കളിക്കൂടാ. ഞാൻ ഒരു ദിവസം നമുക്ക് കണ്ടിട്ട് കളിക്കാം. അല്ലെ നാളെ ഗൈസ്, നാളത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനാണ് കേട്ടോ. ഇവന്റെ പോക്കെ അഡിക്ഷൻ. നാളത്തെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഗൈസ്, നാളെ ടിവിയുടെ ആനിവേഴ്സറി ചെയ്യാൻ നമുക്ക് സെർവർ ഇല്ല. മെയിൻ കാര്യം അത് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ ഞാൻ പറയുവാണ്. സോ നാളത്തെ മറ്റേ ആനിവേഴ്സറി RP നടക്കത്തില്ല. നടക്കത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള സെർവർ ഇല്ല. വേറെ ഒരു സെർവറും ഇല്ല. സ്ഫടികത്തിലും നമ്മൾ ഗ്യാങ് ഇതാക്കാത്തതുകൊണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സ്വർഗരാജ്യം ലോഞ്ച് ആവുന്നതിൻ്റെ ദിവസം ആനിവേഴ്സറി പ്ലസ് ഈ പറയണത് പോലെ മറ്റേ വണ്ടിയുടെ ലോഞ്ച് എല്ലാം കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വന്നേക്കുന്നത്. സെർവർ ഇല്ലാത്തൊരു അവസ്ഥ. TKRPയാ എൻ്റെ പൊന്നൂറോ. എനിക്ക് അവിടെ നിന്നും പോയി ചെയ്യാൻ ഒരു താല്പര്യമില്ല കൈ. സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അവിടെ പോയി ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല. ഭയങ്കര ഷോക്ക്. ഗ്യാങ് വെക്കിളൊക്കെ കഴിഞ്ഞു, പുതിയ ഡ്രസ്സ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നെ മാത്രം ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ മാത്രം ഇതുവരെ കണ്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് ഞാൻ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ രായനും ഗുലാനും മാത്രമേ കണ്ടിട്ടുള്ളൂ ഗ്യാങ് വണ്ടിയും ഗ്യാങ് ഡ്രസ്സും. ആൻഡ് രായൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ RP കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് പോലും ഇല്ലാത്ത വണ്ടിയാണ്. അതായത് ഒരാൾക്ക് പോലും ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഗ്യാങ് വണ്ടി ഉണ്ടാക്കുന്നത് ആരുടെയെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് നമ്മൾ പയ്യെ അതിനകത്ത് മറ്റേ റീഎഡിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്ന സാധനമാണ്. പക്ഷേ ഇത് ഫ്രം ദ സ്ക്രാച്ച് ടു എൻഡ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സാധനം വേറെ ആരുടെയും കയ്യിലില്ല. കാരണം ഇത് എൻ്റെ അടുത്ത് ഇരിക്കുമല്ലേ, ഇതെങ്ങനെ വേറൊരാളുടെ പോകും? അതുകൊണ്ട് ഇത് ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ഒന്ന്. ആൻഡ് രായം പറയണത് ദ ബെസ്റ്റ് ഡ്രസ്സും ആണെന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഹൈപ്പ് കൊടുത്ത് വണ്ടി ഇറക്കിയോ രണ്ടിൻ്റെ അന്നത് മുതുക്കി പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വലിയ ഹൈപ്പ് ഒന്നും നമുക്ക് കൊടുക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം ഏട്ടാ. ഹൈപ്പ് കൊടുത്തിറക്കിയ വണ്ടി എല്ലാം കട്ടപ്പുറത്തായിരുന്നു, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. എന്നാലും നമുക്ക് നോക്കാം. ബൈക്കായിരിക്കുമെന്ന്. ഗ്യാങ് വണ്ടിയാ. എന്താടാ നിനക്കൊക്കെ കൺവിൻസിങ് രായൻ. അതെ, രായൻ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ.
അതുകൊണ്ട് നമുക്ക് നോക്കാം. കണ്ണാപ്പി എവിടെ? കണ്ണാപ്പി പോയി എറണാകുളം, അല്ല തിരുവനന്തപുരം. ഈ വട്ടം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സഞ്ചരിച്ച ആള് ഇന്ന് തിരുവനന്തപുരം പോയിരിക്കുന്നു. നോ ഹൈപ്പ് ഒള്ളി ഹോപ്പ് എന്ന്. അതെ 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 അതെ. സുണ്ടുണ്ടോ നോക്കട്ടെ. സുണ്ട് കളിച്ചോണ്ടിരിക്കുവാണോ? സുണ്ട് കളിച്ചോണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. അല്ലേ സുണ്ടിനെ വിളിക്കാറുന്നല്ലേ. ബട്ട് രായം പറഞ്ഞതാ. അത് വേറൊരു കാര്യമാണ്. രായം പറഞ്ഞതാ. നമുക്കപ്പോൾ കുറച്ചു നേരം ഡിസ്കോട്ടോൾസ് നോക്കാം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. മെന്നി അണ്ണൻ സ്പോട്ടഡ്. ഏതാ? ഓ ഇതാണോ? ശരിയാ. വെന്നിയുടെ ഒരു കട്ടുണ്ടല്ലേ സൈഡിൽ നോക്കിയപ്പോ. അതാ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അത് വെന്നിയായിരിക്കും. വെന്നിയുടെ ഒരു ചെറിയ കട്ടുണ്ട് കേട്ടാ. മുടി കണ്ടിട്ടായിരിക്കും. ആൻഡ് നാളെ ടിവിയിലെ എല്ലാവരും വരും. ടിവിയിലെ എല്ലാവരെയും കൂടെ വിളിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് MNS ഒക്കെ കളിച്ച് കുറച്ച് നേരം സംസാരിച്ച് എല്ലാവരുടെയും ക്യാമൊക്കെ ഓണാക്കി കുറച്ച് എക്സ്ക്ലൂസീവ് ഫേസ് റിവീൽസ് ഒക്കെ ചെയ്ത് സെറ്റാക്കാം. RP എന്താ ഒരു ഡീഡോസ്. Cala a boca, vai, mano. ഓ കൊള്ളാം. നൈസ്. നാളെ ഷൈ ഉള്ളവന്മാരെയൊക്കെ പിടിച്ച് നമുക്ക് ഫേസ് റിവീൽ ചെയ്യിപ്പിക്കാം. മെന്നിയല്ലേ അത്? മെന്നിയല്ല. അണ്ണാ അടിപൊളി വണ്ടിയൊക്കെ ഇറക്ക്. ഞാൻ ഡീഡോസ് ആയിട്ട് വരാം. ഡീഡോസ് മച്ചാൻ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പേരില് നിന്റെ പേരിൽ അത് ഇട്ടേക്കുന്നോണ്ട് തന്നെ അറിയാം നീ അതിലല്ലെന്ന്. കള്ളന്മാരാരെങ്കിലും അങ്ങനെ ഇടുവോ പേര്? ഇടുവല്ലേ. കള്ളന്മാരെയൊക്കെ അറിയപ്പെടുന്നത് കള്ളന്ന് തന്നെ ആയിരിക്കും അല്ലേ? സത്യമാണ്. അതൊരു സത്യമാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഡിഫൈൻ ഓറ. ഒപ്പോണന്റ് ലാഫ്. അത് പുള്ളിക്ക് വയ്യാത്ത ആളാണ്. സമ്മതിക്കണല്ലേ. സീൻ അത് വിഷയം കേട്ടോ. അത് 3.5 മണിക്കൂർ വെറുതെ പോയി. 3.5 മണിക്കൂർ മഴ പറ്റില്ല. ഇത് പബ്ജി തന്നെയാണോ? ഇതെന്തോ മറ്റേ ഒള്ളിയപ്പ. എടാ എന്തോ അടിച്ചു പൊട്ടിച്ചടാ. ഇത് നിന്നോടൊക്കെയാ എന്തിന് കണ്ടോണ്ടിരിക്കണ ഇതൊക്കെ. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നിങ്ങളുടെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ പബ്ജിയുടെ അല്ലെങ്കിൽ പബ്ജി BGMയുടെ ഒക്കെ ബെസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റും ഇല്ലാതെ റീസ്പോണും ഇല്ലാതെ കളിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് റീസ്പോൺ ഇല്ലെന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് കളിക്കും, അടിപൊളിയായിട്ട് കളിക്കും. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പബ്ജി. അതായിരുന്നു. ഈ റീസ്പോണും റീകോളും ഒക്കെ മറ്റേ വന്നപ്പോഴേ തീർന്നു. സത്യം പറയല്ല, ടെൻഷൻ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ആ സാധനം അത് കിട്ടിയത്. ഈ ക്രാഫ്റ്റൺ എന്നെടുത്തോ? അയ്യോ, ക്രാഫ്റ്റൺ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആക്ച്വലി. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്രാഫ്റ്റൺ നൈസാണ് ആക്ച്വലി. ലൈവിലിരുന്ന് അങ്ങനെ പറയാൻ പാടില്ല. കൊണ്ടുപോകും. അടുത്ത BMBS തറയിലിരുത്തും.
വെറുപ്പാണ്, ഒരു സംശയം വേണ്ട. VMBS തറയിലിരുത്തും. ഒന്നാതെ അതിനകത്ത് മൊത്തം മലയാളികൾ. This is why a $2 walkie-talkie is my best investment. Put the guns down right now. Put them down. What's the plan here? What do y'all want? ഇവന്മാരുടെയൊക്കെ മൈക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, മറ്റേ ഒരു ബാസ് സൗണ്ട്. ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഇവിടെ നിങ്ങൾക്ക് ആ സൗണ്ട് എറിക്കൂല. ഇത് ഇവരുടെ പീഡിയുടെ ഒക്കെ സൗണ്ട് കേട്ടാൽ തന്നെ പേടിയാവും സത്യം പറഞ്ഞു. 40K, no chopper and a chase. 40K, no chopper and chase. All right, let me go see if I can't get 40K for you. Hold on. 10-4. So here's the deal, guys. Here's the deal. That cop on the right over there, Tom, you need to aim it up to the guy behind the hostage. Stay right there, and then we just need to take care of that third guy. When y'all see me get on my radio, take it, because I'm going to take mine. Hey, fellas, come here. 40K, no chopper and a chase. 40K, chopper, no chase. All right, now. And all of you are in first class. What? ഈ പെർമിഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ നമ്മൾ അടിച്ച് തൊലച്ചേനാടാ. ഹോസ്റ്റേജ് ഉള്ളപ്പം നമുക്ക് അടിക്കാൻ പറ്റൂല ഇവിടെ. അത് കണ്ട ഒരേ സമയത്ത് 3 പേരും ഡൗൺ ആയി. അവന്മാര് ഹോസ്റ്റേജിനെ എടുത്ത് വെച്ചേക്കാ, 3 പേരും ഒരേ സമയത്ത് ഡൗൺ ആയി. നോക്കിക്കോ. You are in first class. What? Come on! Show up and shut her down! Dude, that was awesome. ഇന്നലെ ഒരു വില കിട്ടേന് ഞാൻ ഇനി എത്ര ദിവസം വെളിയിലിരിക്കുമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സിറ്റിയപ്പായോ? സിറ്റിയപ്പായി? ഓക്കെ, ഒരു സെക്കൻഡ് നോക്കട്ടെ ഗൈസ്. ആർമാദം ആർക്കും നിർമാദം. സെർവർ നോക്കട്ടെ. PD vs OG POV കാണിക്കുവോ? PD vs OG POV കാണിക്കുവോ? അയ്യോ POV ഞാൻ കാണിച്ചു തരാം ബ്രോ, അധികം കാണിച്ചു തരാം. PD vs അല്ലെ മോണ്ടേജ് ഇടാം, അന്നേരം കണ്ടാ പോരെ. അന്നേരം കാണുന്നതായിരിക്കും ഒരു നല്ലത്. മോണ്ടേജ് അങ്ങോട്ട് ഇടാം. ഡേവിഡ് ഹെയ്ലി മാഡം, എടാ ഞാൻ അതിനു വേണ്ടി ഇല്ലടാ, ഇല്ല സിറ്റി ഒന്നും വന്നൊന്നുമില്ല ഗൈസ്. ചുമ്മാ ഇരുന്ന് പറയുവാടാ. നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പം? നിങ്ങൾ ചുമ്മാ പറയുവോ അല്ലേ? ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടണേ? വെറുതെ ചുമ്മാ വല്ലാത്ത സൂക്കേടാണ്. ചാറ്റിൽ കുറെ എണ്ണത്തിന് വന്നു ചുമ്മാ കണ്ട ഒരു മനസ്സുഖം. കണ്ട ഇത് തന്നെ സംഭവം. ഇത് തന്നെ വന്ന് ഉണ്ട്. കുന്തമാണുള്ളത്. കണ്ട നീയൊക്കെ കണക്റ്റ്. റിക്വസ്റ്റിംഗ് സെർവർ വേരിയബിൾസ്. എന്നാ സായിപ്പിന് ന്യൂ കോൺട്രാക്റ്റ് എന്നോ? ന്യൂ കോൺട്രാക്റ്റോ? എന്ത് കോൺട്രാക്റ്റ്? അവൻ പറഞ്ഞില്ലല്ലോ ഒന്നും. ഡേ സായിപ്പ് ഗോഡലിൽ നിന്നൊക്കെ ഇറങ്ങി രക്ഷപ്പെട്ട് പോയെന്ന് തോന്നിട്ടാ. എടാ ഇല്ലടാ, ഇത് കേറാൻ പറ്റുന്നില്ലടാ. എന്ത് കോൺട്രാക്റ്റ് ആണ്? എന്ത് കോൺട്രാക്റ്റ് ആണ് ഗൈസ്? മനസ്സിലായില്ല. സിറ്റി വീണ്ടും കത്തി. എന്തൊരു അഭിനയം അവൻ്റെയൊക്കെ. മേഡ സിറ്റി കയറി. എടേ ഇത് എനിക്ക് മാത്രമാണോ ഇപ്പൊ കേറാൻ പറ്റാത്തേ? ദുബായിൽ എന്താ പരിപാടി? ദുബായിൽ പരിപാടി ഒന്നുമില്ല. രാവിലെ എണീറ്റ് ചായ കുടിക്കുക, ഗെയിം കളിക്കുക, കിടന്നുറങ്ങുക. രാവിലെ എണീക്കുക, ഗെയിം കളിക്കുക, കിടന്നുറങ്ങുക. വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേക്കും മറ്റേ മണൽ കാണാൻ പോകും. മണൽ ഇങ്ങനെ ജീവിച്ചു പോണ്. ഇല്ല വീണ്ടും കത്തിയോ? എടേ ഇത് എന്തൊരു പാടേ ഇത്? എക്സിറ്റ് ലാക്ക് കിട്ടോ? എക്സിറ്റ് ലാക്ക് കിട്ടും. ഇൻഡസ് കോൺട്രാക്ട് 20 ലാക്കോ? ഇൻഡസ് കോൺട്രാക്റ്റോ? അതെന്താ സാധനം? ഇൻഡസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതെന്താ? ഓർക്കാണോ ഇൻഡസ്? 20 ലാക്കോ?
ലൈഫ് എന്ന്. എടാ നീക്ക് ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ ബ്രോ. പണിയെടുക്കണോടാ പണിയെടുക്കണോടാ പണി. ന്യൂ ഗെയിം. ഓ മറ്റേ പുതിയ മൊബൈൽ ഗെയിം അല്ലേ? അതെനിക്ക് വന്നായിരുന്നു ഓൾറെഡി. അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് സായിപ്പ് ഇട്ട് തുടങ്ങിയോ? എൻ്റെ അടുത്ത് ഇപ്പഴും ഇടണ്ടാന്നല്ലോ. ഇപ്പഴും അല്ലല്ലോ ഇടണ്ടത്. അവനാ ഗെയിം സ്ട്രീം ചെയ്ത് തുടങ്ങിയോ? അതെനിക്ക് വന്നായിരുന്നു ഇൻഡസ്ട്രിൻ്റെത്. എനിക്കും അവനൊക്കെ ഒരുമിച്ചാ വന്നേ. മറ്റേ മൊബൈൽ ഗെയിം അല്ലേ? ഒരു മൊബൈൽ ഗെയിം അല്ലേ? ഇട്ട് തുടങ്ങിയില്ലല്ലോ. ഇല്ലില്ല, ഞാൻ കണ്ടായിരുന്നു. പുതിയൊരു ബാറ്റർ റോയൽ ഗെയിം അല്ലേ? അതെനിക്ക് വന്നായിരുന്നു. ഞാൻ ഇട്ട് തുടങ്ങിയില്ല. 20 ലക്ഷം അല്ലേ? 20 ലക്ഷം. സൂപ്പർ. അവൻ മറ്റേ കാർ മേടിച്ചാൽ ലംബോർഗിനി മേടിച്ചു, മറ്റേ ചെറിയൊരു കുട്ടിക്കാർ മേടിച്ചാൽ ലംബോർഗിനി എന്ന് പറയുന്നവനാണ് അവൻ. 20 ലക്ഷം പോയിട്ട് 20,000 രൂപ തരത്തില്ല. 20,000 രൂപയും ചന്തിക്കൊരടിയും. അതാണ് ഡീല്. 20 ലക്ഷം ഇപ്പൊ കിട്ടും. നോക്കിയിരുന്നു. 20 ലക്ഷം കിട്ടുമായിരുന്നെ ഞാൻ അത് മേടിച്ചിട്ട് ഞാൻ 2 ദിവസം സ്ട്രീം ഇട്ടിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോയേനെ. 20 ലക്ഷമേ. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി ഫ്രെയിം. എന്ത് സാധനമല്ലേ? എന്ത് പടോടാ ഇത്? എന്റെ അമ്മോ, എന്ത് ആ മാസം ഇപ്പം ഒന്നിലും ഇല്ല. ഇപ്പൊ എന്തൊക്കെ മറ്റേ ഹെവി സ്റ്റണ്ട് അടിച്ചു കയറ്റിയാൽ പോലും ഈ ക്ലാസ് മാസം ഒന്നും അതിനകത്ത് കിട്ടത്തില്ല. സത്യം പറയാലോ. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ബാവ അതിനും മടിക്കൂലടാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുഞ്ഞ് സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവൻ ഉണ്ണിക്ക് ഒരു മോനും വിഷയമല്ല. വള്ളുവമ്പുറം കലന്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയില്ല മാധവൻ ഉണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറ നായിന്റെ മക്കളോട്. സിംഗിൾ സ്ട്രെച്ചിലാ ഡയലോഗ് പറഞ്ഞു കേട്ടാ. എന്റെ മോ, എന്ത് സീനല്ലേ അതൊക്കെ. എന്റെ അളിയ, അതൊക്കെ ആയിരുന്നു ഡയലോഗിന്റെ ആ ഒരു പവർ കണ്ട. അത് ലാസ്റ്റ് പാർട്ട്. ഇതാരാ അവൻ നോക്കണം. ഇവൻ ഇനി ചാടി അടിക്കുമല്ലോ ചെയ്യുമോ? അവൻ ഇങ്ങനെ ഇരിക്കണ കേട്ടോ. അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു അടി കിട്ടാം. അടുത്തും തൊട്ടടുത്തിരിക്കുമല്ലേ? ചെവിക്കല്ലിനായിരിക്കും കിട്ടുന്നത് കേട്ടാ. ഇവ കൂടെ കളിക്കുന്നുണ്ടോ? ഇവ കൂടെ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉറപ്പായിട്ടും കിട്ടും. ഇവ അടുത്തിരുന്ന് ഇങ്ങനെ കളിച്ചാ. ഞാൻ പറഞ്ഞു കളിക്ക് നോക്കാൻ. ഒരു ദിവസം അവന് സീരിയസ് ആയിട്ട് കിട്ടുവാടാ, ഉറപ്പാ. മൈരം പുറത്താൻ വന്നേ പിന്നെ കുണ്ണേ എത്ര സീനൊക്കെയാണെന്ന് പറയണ കേട്ടാ. അതാണ് അക്കൂസ്. ഓക്കെ, സെയിം ബട്ട് ഡിഫറെന്റ്. ടൈമിംഗ് അല്ലേ? Meanwhile, പച്ചട്ടിയാണോ ഞാൻ, പച്ചട്ടേനാണ് നീ, നിന്നെ നക്കിനൊക്കെ
നല്ല മധുരമാനാടേ. ഇതൊക്കെ ഏതായാലും സാധനല്ലേ ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ്. അയ്യോ അയ്യോ അതൊക്കെ ഒരു കാലം. ഇതെന്തൊരു എടാ ഇത് വരുവോടെ ഇപ്പോഴെങ്ങാണം. എടാ ഒരു മലയാളി പയ്യൻ വാലോറന്റ് മൊബൈൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ ഞാൻ ലൈവിൽ പറയണമെന്ന് വിചാരിച്ചാ. അവൻ ബേറ്റ വെർഷനോ ഏതോ ഒരെണ്ണം എടുത്തു വെച്ചിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട്. ബൊയ്ക്ക ഗെയിമിംഗ്. ഗൈസ് വാലോറന്റിന്റെ മൊബൈൽ ഗെയിം പ്ലേ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയത്. സാധനം കൊള്ളാം കേട്ടാ. നിങ്ങളുടെ അടുത്ത് പറയുവാണ്, ലോഞ്ച് ആവുമ്പോഴേ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് തുടങ്ങിയേക്കണം. അപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയേക്കണം കേട്ടാ. ഞാൻ ഉറപ്പ് പറയാം, വാലോറന്റ് മറ്റേ മറ്റേ ക്രാഫ്റ്റണൊന്നും പോലെ ആയിരിക്കത്തില്ല. അവർ ഒറിജിനൽ സെർവർ അവരായിട്ട് ഗെയിം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാക്കറും മരന്മാരൊന്നും അതിനകത്ത് ഉണ്ടാവൂല. ഉറപ്പ് ഞാൻ പറയാം. അതിനകത്ത് അവരുടെ ഇത് ഭയങ്കര ആൻറ്റി ചീറ്റ് സിസ്റ്റം ഭയങ്കര കിടിലുമായിരിക്കും. ലോഞ്ച് ആയാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഡൗൺലോഡ്സ് ഒക്കെ കുറേ ഉണ്ടാകുമ്പോഴത്തേക്കിന് പയ്യെ അവരൊരു മുംബൈ സെർവർ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ ഗെയിം വെറുത്ത് മൊത്തത്തിൽ നിർത്തിപ്പോവും. അത് ഉറപ്പിച്ച് പറയാം. പിന്നെ ഇന്ത്യക്കാരുടെ ഒക്കെ കൂടെ കൂടി ഇതായിട്ട് മറ്റേ ചീത്തവിളി, സമാധാനമില്ലായ്മ, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, ക്ഷീണം, കഴിക്കാൻ പറ്റായിക, ഇങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഗെയിം നിർത്തും. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കളിക്കാൻ തോന്നില്ല. കൂട്ടുകാരൊക്കെ മറ്റേ ഡിപ്രഷനൊക്കെ അടിച്ച് ആശുപത്രിയിലൊക്കെ പോയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കളിക്കാനുള്ളൊരു മൂഡ് വരില്ല. ആദ്യമേ തന്നെ ഡൗൺലോഡ് ചെയ്ത് ആദ്യം തന്നെ ട്രൈ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായ? ഇന്ന് 6 കളി തോറ്റ് അസെൻഡന്റ് 2-ന്റെ അടുത്തുനിന്ന് ഞാനിപ്പോൾ ഇന്ന് ഡയമണ്ടിലെത്തി. അപ്പോൾ ഒരു സന്തോഷം വന്ന്. ഈ സന്തോഷത്തിൻ്റെ വേളയിലാണ് ഞാൻ ലൈവ് ഇട്ടത്. മനസ്സിലായ? കളിക്കാൻ കൊള്ളാല്ലേ? മൊബൈൽ നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ PC ഗെയിമേഴ്സിന് അതിൻ്റെ മൊബൈൽ വെർഷൻ ഇറങ്ങുന്നത് കാണാൻ എത്രയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് PC-ലാണ് കളിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇത് മൊബൈലിൽ വരണമെന്ന് ഉള്ളൊരു ആഗ്രഹം എനിക്ക് ഉള്ളതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് ഈ ഫോണെന്ന് പറയുന്ന സാധനമാണ് കുറച്ച് ഈസിലി അക്സസിബിൾ. എല്ലാവർക്കും അങ്ങനെ കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുവാണെങ്കിൽ വാലറന്റ് മൊബൈലൊക്കെ ഇന്ത്യയിൽ ലോഞ്ചായ മെന്നിക്കൊക്കെ ഒരു 20,000-30,000 വാച്ചിങ് വരും. ഒരു സംശയവും വേണ്ട. മെന്നിക്കൊക്കെ 10,000 വാച്ചിങ് 15,000 വാച്ചിങ് ആയിരിക്കും മെന്നിക്കൊക്കെ. ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറയണം, ഇത് ഇറങ്ങുമ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോഴേ വാലറന്റ് സ്ട്രീംസ് ഒക്കെ കണ്ട് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കളിക്കാൻ എളുപ്പമായിരിക്കും. ഉറപ്പ് പറയാം ഇപ്പോഴേ. കാരണം ഏജൻസ്, യൂട്ടിലിറ്റീസ് എല്ലാം സെയിമാണ്. ഒരു ഏജന്റിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ PC സ്ട്രീംസ് കണ്ടാൽ മനസ്സിലാവും. സിറ്റി അപ്പായി ഒരു വട്ടം കൂടെ കള്ളത്തരം പറഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നിർത്തിപ്പോവും. ഒരു സംശയവും വേണ്ട. ഞാൻ ഇപ്പോൾ പോവും. നോക്കിക്കോ. ഇത് ലോഡായില്ലെങ്കിൽ ഞാൻ അപ്പോഴേ പോവാണേ. ലോഡാവല്ലേ. ഞാൻ 1 വീക്കായി കളി തുടങ്ങിയിട്ട്. നല്ല കാര്യം. കണക്റ്റ്. എടാ ശരിക്കും കണക്റ്റ് ആയോ? എടാ കണക്റ്റായി. എന്തേ നിർത്തി പോണില്ലേ? ആയില്ലെങ്കിൽ പോകുന്നാ പറഞ്ഞ. നീ ബാക്കടിച്ച് കേട്ടു നോക്ക്. ആയില്ലെങ്കിൽ പോകുന്നാ പറഞ്ഞത്. ആയി, കണക്റ്റായി. കളിക്കാം. ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ കളിച്ചോളാം. അല്ല പിന്നെ കളിക്കാം. One more time, but I lose. I wanna ride.
ബാക്ക് അടിക്കാൻ പറ്റത്തില്ല. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കിക്കിനോട് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റൂല. കിക്കിനോട് ഒരു സെർവർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഉള്ളതും കൊണ്ട് ഉള്ള മൊബൈൽ ഡേറ്റയിലെല്ലാം കയറി കാണുമെന്ന് പറഞ്ഞ് അവർ റിപ്ലൈ അയച്ചിട്ട് അവർ അവരുടെ പാട്ടിൽ പോയി. നിന്റെയൊക്കെ അവിടുത്തെ ഒന്ന് ഞാൻ ടവർ വെച്ച് തരാം. എനിക്ക് റിപ്ലൈ അയച്ച് അവന്മാർ, നിനക്കൊക്കെ ഇനി ഞാൻ അവിടെ ഒന്ന് ടവർ വെച്ച് തരാം, വേണമെങ്കിൽ ഉള്ള ഡേറ്റയിൽ കയറിപ്പോ, വേറൊരു രാജ്യത്തും ഇല്ലാത്ത പ്രശ്നമാണല്ലോ, നിനക്കൊക്കെ ഇന്ത്യയിൽ മാത്രമേ ഇനി ഇത് തരാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ പോയി വിട്ടുപോയി. പരുന്തുവേലായുധൻ പ്ലേ. നീ കളിച്ചിട്ട് പോയാൽ മതി. കളിക്കല്ലേ പോണേ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എന്തിരിക്കണു?